നിന്നെ വിളിച്ച് ധൃതിയിൽ പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതുപോലെ എന്തെങ്കിലും ബുദ്ധി പറഞ്ഞു തരാനായിരിക്കും. ആര് ബുദ്ധി പറഞ്ഞു തന്നിട്ടും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? നീ പറഞ്ഞ അവൻ കേക്കില്ലെന്നാണോ? അങ്ങനെ ഒരു കടുംപിടുത്തം ശരിയല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇന്ന് അവൻ കാണിച്ചത് തീരെ ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമ്മ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സിനെ വിഷമിപ്പിക്കണ്ട. നമ്മളിങ്ങനെ മാറി ഇന്ന് സംസാരിക്കുന്ന കണ്ട അവർക്ക് എന്ത് തോന്നും? ഓ, അവർക്ക് എന്ത് തോന്നാനാ? നമ്മൾ നമ്മുടെ കൊച്ചിനോട് മിണ്ടാനും പറയാനും ഒക്കെ അല്ലേ ഇങ്ങോട്ട് വന്നത്. നീ അങ്ങോട്ട് ചെല്ല്, ഞങ്ങളിതാ വരുന്നു. വേഗം വരണേ. ആ അതെ, അവനെ നിന്റെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള വഴിയൊക്കെ മുത്തശ്ശി നിനക്ക് പറഞ്ഞുതരാം. ഏത് പുരുഷന്റെ മനസ്സിൽ കയറി പറ്റാനുള്ള കുറുക്കുവഴി തുടങ്ങുന്നത് അവന്റെ വയറിലൂടെയാ. എന്ന് വെച്ചാ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിലൂടെയാണെന്ന്. മോള് ടീച്ചറിന്റെ കൂടെ കൂടി ജോബിന് ഇഷ്ടമുള്ള ആഹാരം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് അതൊക്കെ എങ്ങനെ നല്ല രീതിയിൽ തയ്യാറാക്കാമെന്ന് ഡേസിയിൽ നിന്ന് കണ്ടുപിടിക്കണം. അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോ അതൊക്കെ ഉണ്ടാക്കി അടുത്തിരുന്ന് സ്നേഹത്തോടെ വിളമ്പി കൂട്ടണം. അങ്ങനെ ഭർത്താവിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുമ്പോ അവന് നിന്നോടുള്ള സ്നേഹവും കരുതലും കൂടും. പിന്നെ നീ എന്താവശ്യപ്പെട്ടാലും അതിനായിരിക്കും അവൻ മുൻഗണന നൽകുന്നത്. മനസ്സിലായോ? എന്താ നിനക്കൊരു വിഷമം പോലെ? നിന്റെ മുഖം കണ്ടിട്ട് മുത്തശ്ശിക്ക് ഒരു തെളിച്ചം തോന്നുന്നില്ലല്ലോ. ഏയ്, എനിക്കൊരു കുഴപ്പമില്ല മുത്തശ്ശി. മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നതാ. എങ്കിൽ സാരമില്ല. ഇനി വരുമ്പോ മോക്ക് മുത്തശ്ശി ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട്. മോളുടെ സങ്കടം മാറാനുള്ള ഒരു മരുന്നാ അത്. സത്യം പറഞ്ഞ ജോബിന് ഇവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാ ഞങ്ങൾ വന്നത്. അല്ല, ഇന്ന് ഇത്ര തിടുക്കപ്പെട്ടു പോവാൻ മാത്രം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റിന്റെ കാര്യത്തിൽ എന്തോ പോയതാ. എന്നാ മറ്റത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ ജോബിനോട് നാളെ ലീവ് എടുക്കാൻ ടീച്ചർ ഒന്ന് പറയണം. അവർക്ക് നാളെ ഞങ്ങളൊരു വിരുന്നൊരുക്കുന്നുണ്ട് വീട്ടിൽ. അവർക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കൊപ്പം ടീച്ചർ തീർച്ചയായിട്ടും വരണം. അയ്യോ, ഞാൻ വരുന്നില്ല അശ്വതി. ജോബിനും മാളവും വരും. അതല്ലേ നല്ലത്. നമുക്കിനി എത്ര അവസരങ്ങൾ കിടക്കുന്നു. ആദ്യം പെണ്ണും ചെറുക്കനും മാത്രം ആകുന്നതാ അതിന്റെ ഭംഗി. ടീച്ചർ ആ പറഞ്ഞ ന്യായമുള്ള കാര്യ. നന്മരുന്ന് പെണ്ണും ചെറുക്കനും മാത്രമാകുന്നതാ നല്ലത്. ടീച്ചർ പറഞ്ഞതുപോലെ നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും വിരുന്നു പാർക്കാനും സമയം കിടക്കുകയല്ലേ. അല്ല ടീച്ചറെ, എന്നാലും ജോബിന് എന്ത് പരിപാടിയാ കാണിച്ചത്? എന്തുപറ്റി? കല്യാണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ദിവസത്തെ ചടങ്ങ് മാത്രമല്ലല്ലോ. മറുവീടും നന്മിരുന്നും ഒക്കെ ആയിട്ട് ആ മാസം മുഴുവൻ പെണ്ണിനും ചെറുക്കനും നിന്ന് തിരിയാൻ നേരം ഉണ്ടാകത്തില്ല. ഇവിടെ ടീച്ചറിന്റെ മോൻ കെട്ടും കഴിഞ്ഞ് പെണ്ണിനെ വീട്ടിൽ തനിച്ചാക്കി ജോലിയെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിരിക്കുന്നു. കുറഞ്ഞത് ഒരു 2-3 ദിവസമെങ്കിലും ഡോക്ടർക്ക് ലീവ് പറയായിരുന്നു. ഞങ്ങൾ ആ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യ കേസ് ഉണ്ടായതുകൊണ്ടാ ജോബിൻ ഇന്ന് തന്നെ പോയത്. നാളെ എന്തായാലും ലീവ് എടുക്കാൻ ഞാൻ ഇപ്പൊ തന്നെ ടീച്ചറെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. നിങ്ങൾ വിഷമിക്കണ്ട. അവൻ വരുമ്പോ ഞാൻ ഈ കാര്യം അവനോട് സംസാരിക്കാം. അയ്യോ, എന്ന് വെച്ച് ഞങ്ങള് പരാതി പറഞ്ഞൊന്നും അല്ലാട്ടോ. ഉവ്വ്, എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഇവർക്ക് പരാതിയില്ലെങ്കിലും എനിക്ക് ഈ കാര്യത്തിൽ ലേശം പരാതി ഉണ്ടെന്ന് തന്നെ ടീച്ചർ മോൻ വരുമ്പം പറഞ്ഞോളൂ. ഇന്ദിരാമ്മ വിഷമിക്കണ്ട. നാളെ അവൻ നിങ്ങളുടെ പരാതിയും പരിഭവവും ഒക്കെ തീർത്തോളൂ. വരുമ്പോ ഞാൻ അവന് നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട ടീച്ചറെ. അമ്മ വെറുതെ. അല്ല, നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? കൊച്ചിന് പിന്നെ സങ്കടം കാണാതിരിക്കൂ. നമ്മളെല്ലാവരും കൂടെ പറഞ്ഞപ്പോഴായിരിക്കും അവക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായത്. അല്ലേ മോളെ? ഏയ്, അങ്ങനൊന്നുമില്ല മുത്തശ്ശി. അവക്ക് സങ്കടമൊന്നുമില്ല. അമ്മ ഇനി പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാതിരുന്നാ മതി. അച്ഛൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിലും സാരമില്ല അച്ഛാ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാരും കൂടി ഇതുപോലെ വന്നാ മതി. അത് പിന്നെ എന്തായാലും ഞങ്ങൾ വരുമല്ലോ. ഇടയ്ക്ക് മോൾക്ക് ടീച്ചറിനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്കും വരാമല്ലോ. വരുമ്പോ 1-2 ദിവസം തങ്ങാൻ കൂട്ടാക്കി വേണം വരാൻ. ജോബിന് അവിടെ നിന്നും ഡ്യൂട്ടിക്ക് പോവാമല്ലോ. പറയുന്നത് പോലെ ഇതൊക്കെ നടന്നാ മതിയായിരുന്നു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. അയ്യോ, അതെന്ത് പോക്കാ? ഏതായാലും ഇത്രയും നേരമായില്ലേ. ഇനി ഊണ് കഴിഞ്ഞു പോകാം മുരളി. അത് വേണ്ട ടീച്ചറെ.
ഞങ്ങൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നതല്ലേ. ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യാൻ ടീച്ചർക്ക് ബുദ്ധിമുട്ടാവും. ഏയ് അത് സാരമില്ല. ഒരു കൈസഹായത്തിന് അശ്വതിയും ഇന്ദിരാമയും മാളുവും ഒക്കെ ഉണ്ടല്ലോ. എല്ലാം പെട്ടെന്ന് റെഡിയാക്കാം. ഉണ്ണാറാവുമ്പോഴേക്കും ചിലപ്പോ ജോബിനും ഇങ്ങെത്തും. മാളു, നീ അവനെ വിളിച്ച് ഇവര് വന്ന കാര്യം പറഞ്ഞേ. ഇറങ്ങാൻ പറ്റുമെങ്കിൽ നേരത്തെ വരാൻ പറ. അത് മതി അച്ഛാ, ഞാൻ ഡോക്ടറെ വിളിച്ച് പറയാം. വേണ്ട മോളെ, വെറുതെ ജോബിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒന്ന് രണ്ടിടത്ത് കയറാനും ഉണ്ട്. ഊണൊക്കെ ഇനി വരുമ്പോൾ വിസ്തരിച്ചാകാം. അത് മതി ടീച്ചറെ. അപ്പോ ജോബിൻ വരുമ്പോ ഞങ്ങൾ വന്ന് ക്ഷണിച്ച കാര്യം പ്രത്യേകം പറയണേ. ശരി, ഞാൻ പറയാം. എന്നാ പിന്നെ ഇറങ്ങട്ടെ. ശരി മോളെ. പോട്ടെ മാളു. മോളെ, മുത്തശ്ശി പറഞ്ഞ കാര്യമൊക്കെ പ്രത്യേകം ഓർത്തോണം കേട്ടല്ലോ. വാ. എന്തായാലും കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഡ്യൂട്ടി എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മിനിമം ഒരാഴ്ചത്തെ ലീവെങ്കിലും ജോബിന് എടുക്കായിരുന്നു അല്ലേ? ആ, ഞാൻ ഈ പറയുന്നത് വല്ലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ മുരളിയേട്ടാ? കേൾക്കാതിരിക്കുക എൻ്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല അശ്വതി. നീ പറഞ്ഞ കാര്യം ഞാനും ആലോചിച്ചത് തന്നെയാണ്. ആലോചിക്കുക മാത്രമല്ല, ടീച്ചറിനോട് അതേക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ കാര്യത്തിൽ നമ്മളെപ്പോലെ തന്നെ ടീച്ചർക്കും ഒന്നും ചെയ്യാനാവില്ല എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജോബിന് അവൻ്റേതായ ചില നിബന്ധനകളും നിർബന്ധങ്ങളും ഉണ്ട്. അതനുസരിച്ചല്ലേ അവനോരോന്ന് ചെയ്യുന്നത്. വെറുതെ പറഞ്ഞു മുഷിയാമെന്നല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതാ പിന്നെ ഞാനും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും അവന്റെ നിർബന്ധവും നിബന്ധനയും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം നമുക്കുണ്ടോ മുരളി? ദേ, അവനീ കൊട്ടിക്കേറുന്ന താളത്തിനത്ത് തുള്ളാൻ നിന്നാലേ നമ്മുടെ കൊച്ചിന്റെ ജീവിതം ആ കണ്ണീരും കയ്യും ആകാൻ പോകുന്നത്. അത് മറക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് തോന്നേണ്ട കാര്യമാണോ? ഇനി എത്ര വലിയ ആഫീസർമാരാണെങ്കിലും കുറച്ചു ദിവസം എല്ലാ തിരക്കും മാറ്റിവെച്ച് അവനവന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീട്ടിൽ വിരുന്നു പോകുന്നതല്ലേ പതിവ്. പോട്ടെ, ഇനി അതിനും താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് എങ്ങോട്ടെങ്കിലും പോകരുതോ? ഇത് ചുമ്മാ പെണ്ണിനെയും കെട്ടി വീട്ടിലാക്കിയിട്ട് കുഴലും കഴുത്തി തൂക്കി താൻ വലിയ ഡോക്ടറാണെന്നും പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? നാട്ടുകാർ വലിയ അഭിപ്രായമൊക്കെ പറയുമായിരിക്കും. പക്ഷെ കുടുംബത്തിൽ വന്നു കയറിയ പെങ്കൊച്ചിന്റെയും അവളുടെ വീട്ടുകാരുടെയും മനോവിഷമം കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ? ശരിയാ. ഈ കാര്യത്തിൽ നമുക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ മാളുവിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ അവൾ ആ സങ്കടമൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആര് പറഞ്ഞു അവളൊന്നും കാണിക്കുന്നില്ലെന്ന്? നീ അവളുടെ മുഖം ശരിക്ക് ശ്രദ്ധിച്ചായിരുന്നു അശ്വതി? ഉള്ളിൽ നല്ല സങ്കടമുണ്ട് അവക്ക്. പിന്നെ നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാവും മോൾ അതേക്കുറിച്ചൊന്നും പ്രത്യക്ഷത്തിൽ പറയാതിരുന്നത്. ഈ ദേശത്ത് എവിടെയെങ്കിലും അവർക്ക് വേണ്ടി ഒരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നതാ. ജോബിനുണ്ടായിരുന്നെങ്കിൽ അതേക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്നും വെച്ചതാ. ഇനിയിപ്പോൾ അയാളോടൊന്നും ആലോചിക്കാതെ നമ്മൾ തന്നിഷ്ടം കാണിച്ചെന്ന് പറയരുതല്ലോ. ഇനിയിപ്പോൾ അവർ വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ അവന്റെ അഭിപ്രായം ചോദിക്കാൻ നിന്നാലേ പിന്നെ അതിനെ നേരം കാണത്തുള്ളൂ മുരളി. കൊച്ചിനെ കെട്ടിച്ചു കൊടുത്തു എന്നും പറഞ്ഞ് അവനെ പേടിച്ച് ഭയന്നും ജീവിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ആ പേടി അനുസരണയൊക്കെ അവൻ തിരിച്ച് നമ്മളോടാ കാണിക്കേണ്ടത്. ദേ, രണ്ടുപേരോട് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ അയഞ്ഞു കൊടുക്കുന്തോറും അമ്മയും മോനും കയറി അങ്ങ് മുറുകും. ഇപ്പൊ തന്നെ കൊച്ചാ കുടുംബത്തിൽ നിന്ന് കയറിയില്ല. അതിനു മുമ്പ് അവളെ പിടിച്ചോണ്ടുപോയി കുർബാനയും കുമ്പസാരവും കുടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവർക്ക്? ഇക്കണക്കിന് പോയാ അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ അതിന് മാമോദിസ മുക്കണമെന്ന് പറയില്ലെന്ന് എന്താ ഉറപ്പ്? അതൊന്നും അവരുടെ താല്പര്യത്തിന് മാത്രം വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ അമ്മേ. ആ കാര്യത്തിൽ എനിക്ക് എൻ്റെതായ ചില തീരുമാനങ്ങളുണ്ട്. അങ്ങനെ തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആയില്ല മുരളി. നമുക്ക് നമ്മളുടേതായ ചില അഭിപ്രായങ്ങളും അവകാശങ്ങളും ഉണ്ടെന്ന് ഇപ്പോഴേ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ അവൻ തീരുമാനിക്ക് നമ്മൾ അനുസരിച്ചോണം എന്ന ഗതിയാവും. അതിനിട വരുത്തരുത്. ഞാൻ പറയുന്നത് ഇപ്പോഴേ ആ വക കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് വെക്കേണ്ടെന്നാ. നമ്മൾ അത്രമാത്രം സങ്കുചിതമായി ചിന്തിച്ചു എന്ന് ജോബിനും ടീച്ചർക്കും തോന്നരുതല്ലോ. ഓ, ഇനിയിപ്പൊ അങ്ങനെ തോന്നിയാലും നമുക്കെന്താ പ്രശ്നം? പള്ളിയും പട്ടക്കാരും ഒന്നും ഇല്ലെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് എല്ലാം അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും ഒത്തു നീക്കുകയും ചെയ്യും. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ.
ദേ, നിനക്ക് അവരോട് ഇതൊക്കെ തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് പറ. ടീച്ചറോടും മോനോടും ഞാൻ സംസാരിക്കാന്നേ. വേണ്ടമ്മേ, അശ്വതി പറഞ്ഞതുപോലെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നവും. കുറച്ചു ദിവസം ലീവ് എടുത്ത് മാളുവിനെയും കൂട്ടി എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാൻ ഞാൻ ജോബിനോട് പറയാം. അവൾക്കും അതൊരു സന്തോഷമാവുമല്ലോ. സംഗതി നല്ലത് തന്നെയാ. പക്ഷേ ജോബിൻ തയ്യാറാവോ എന്തോ. എന്താ തയ്യാറായാല്? അതൊക്കെ നിന്റെ മോളുടെ മിടുക്ക് പോലിരിക്കും. എല്ലാ കാര്യത്തിനും അവൾ ഇങ്ങനെ അയ്യോ പാവം കളിച്ച് നിൽക്കരുതെന്ന് വരുമ്പോ നീ അവളെ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. അതേ മുരളി, ധൈര്യമായിട്ട് അവർക്ക് പോകാനുള്ള ഏർപ്പാടുണ്ടാക്ക്. എല്ലാം ശരിയാക്കിയിട്ട് അവനോട് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ അവൻ താനെ അങ്ങ് വഴങ്ങിക്കോളും. എന്നാലും നീ ഇന്ന് അവിടെ പോകണ്ടായിരുന്നപ്പോ ബിപിക്ക് അത് വല്ലാത്തൊരു ഇൻസൾട്ടായി തോന്നിയിട്ടുണ്ടാവും. തോന്നണല്ലോ. തോന്നാൻ വേണ്ടി തന്നെയാ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ആ ഒളിത്താവളം കണ്ടുപിടിച്ചതും അവിടെ ചെന്ന് സാക്ഷാൽ വിജയ് പണിക്കരെ കയ്യോടെ പൊക്കിയതും. ഓ, എന്നെ അൺഎക്സ്പെക്റ്റഡ് ആയി കണ്ടപ്പോ എന്തായിരുന്നു ബിപിയുടെ മുഖത്ത് മിന്നിമറിഞ്ഞ ഭാവം. എക്സ്പ്രഷൻസിന്റെ ഒരു കുത്തൊഴുക്കല്ലായിരുന്നോ? നമ്മുടെ കലാമണ്ഡലം മാസ്റ്റേഴ്സ് പോലും തോറ്റുപോകും. തമാശ മതിയാക്കപ്പോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇനിയെങ്കിലും നിനക്ക് അച്ഛനെ ഒന്ന് വെറുതെ വിട്ടൂടെ? ഇങ്ങനെ തല്ലി പഴിപ്പിച്ച് നമ്മളെ വിപിയെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് സന്തോഷമാണ് നിനക്ക് കിട്ടുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ തല്ലി പഴിപ്പിച്ച് വിപിയെ കൊണ്ട് നമ്മളെ അംഗീകരിപ്പിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. പക്ഷെ നമ്മളെ വിഡ്ഢികളാക്കി വിപി മാത്രം എടുക്കാനാവരുതെന്ന് എനിക്ക് വാശിയുണ്ട്. ആ വാശി ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും. എന്തിന്? അതുകൊണ്ട് എന്ത് നേട്ടം നിനക്ക് ഉണ്ടാവാൻ പോകുന്നത്? അച്ഛനെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് ഒരു തടവ് പുള്ളിയെ പോലെ താമസിപ്പിക്കാനോ? ഇനി നീ എന്തൊക്കെ അടവ് പ്രയോഗിച്ചാലും വിപി ഇനി ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോട്ടെ, ഇനി നിന്റെ സമാധാനത്തിന് വേണ്ടി അച്ഛൻ തിരിച്ചു വന്നുവന്നിരിക്കട്ടെ. അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്ന നേട്ടം എന്താ? അത് നീ ഒന്ന് പറഞ്ഞതാ എനിക്ക് ആദ്യം. ശരി, ഞാൻ അമ്മയോട് ഈ ചോദ്യം മറ്റൊരു രീതിയിൽ തിരിച്ചു വയ്ക്കട്ടെ. എന്നെ അമ്മയെ ഉപേക്ഷിച്ച് ഇവിടെ വിട്ട് ഇറങ്ങുന്നത് കൊണ്ട് ദീപിക്ക് ഉണ്ടാവാൻ പോകുന്ന ലാഭം എന്താ? അതാദ്യം എന്നെ ഒന്ന് കൺവിൻസ് ചെയ്യുക. നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഇങ്ങനെ അകന്നു മാറി താമസിക്കുന്നോണ്ട് ദീപി എന്റെ അച്ഛനല്ലാതാവോ? രേഖകളിൽ ഇപ്പോഴും എന്റെ പേര് അപൂർവ വിജയ് തന്നെയാണ്. ഗസറ്റിൽ പരസ്യം ചെയ്ത് ഞാൻ എന്റെ പേര് അപ്പൂന്നാക്കുമ്പോഴും എന്റെ സെക്കൻഡ് നെയിം വിജയ് എന്ന് തന്നെയാവും. അപ്പു വിജയ് പണിക്കർ. പേരിന്റെ അറ്റത്ത് അങ്ങനെ ഒരു വാലുള്ളിടത്തോളം എന്റെ പിതൃത്വത്തിൽ നിന്ന് വിജയ് പണിക്കർക്ക് അത്ര പെട്ടെന്ന് ഓടി ഒളിക്കാനൊന്നും ആവില്ലമ്മേ. അതുപോലെ തന്നെയാ ഗീതാലക്ഷ്മിയുടെ കാര്യവും. പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് വിജയ് പണിക്കർ ഏത് കാട്ടിപ്പോയി ഒളിച്ചാലും ഗീതാലക്ഷ്മിയുടെ ഭർത്താവും ആ സ്ത്രീ പ്രസവിച്ച കുഞ്ഞിന്റെ അച്ഛനും ആ മനുഷ്യൻ തന്നെയായിരിക്കും. പക്ഷെ അപ്പോ ആ അവകാശവും അധികാരവും ഒക്കെ തന്നെയാ ഒരു വക്കീൽ നോട്ടീസിലൂടെ വിപി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അതിന് ശ്രമിക്കാനും അതിൽ വിജയിച്ച് സ്വതന്ത്രനാവാനുള്ള അവകാശം വിപിക്കുള്ളിടത്തോളം കാലം ആ മനുഷ്യനെ തടഞ്ഞു വയ്ക്കാനോ തിരിച്ചു വിളിക്കാനോ ശ്രമിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം നമുക്കുണ്ടാവാൻ പോകുന്നില്ല. എന്നുവെച്ചാ അമ്മ എന്താ സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്നേ? നമ്മളെ തള്ളിപ്പറയുന്നതിലൂടെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിലൂടെ ഒരു ഭർത്താവിന്റെയും അച്ഛന്റെയും കടമകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള സ്വാതന്ത്ര്യ അവകാശവും വിപിക്കുണ്ടെന്നാണോ? സോറി അമ്മ, ഏത് രീതിയിൽ ചിന്തിച്ചിട്ടും ആ അവകാശവാദത്തിൽ ന്യായമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോവാനും മാത്രം നമ്മൾ എന്ത് തെറ്റാ വിപിയോട് ചെയ്തത്? ഞാനൊരു ട്രാൻസ്പേഴ്സൺ ആയി പോയത് എന്റെ അമ്മയുടെ തെറ്റല്ലല്ലോ. പെണ്ണായി പിറന്നതുകൊണ്ട് ആണായി ജീവിക്കാൻ പാടില്ലെന്ന് നമ്മുടെ നിയമപുസ്തകത്തിൽ എവിടെയും പറയുന്നുമില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മകനെയോ മകളെയോ ഒരമ്മ സംരക്ഷിക്കാനും സ്വീകരിക്കാനും ശ്രമിക്കുന്നത് തെറ്റല്ല. അതിന്റെ പേരിൽ അവരെ നിഷ്കരുണം വലിച്ചെറിഞ്ഞ് സ്വന്തം ജീവിതം നോക്കിപ്പോകുന്ന ഒരു അച്ഛനാ ഒരു ഭർത്താവാണ് തെറ്റ്. ആ തെറ്റ് തിരുത്തപ്പെടുക തന്നെ വേണം. അപ്പോ
എന്താ അമ്മ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ന്യായക്കേടുണ്ടോ? ഉണ്ടെങ്കിൽ അമ്മ പറ. BP ഞാൻ വിട്ടേക്കാം. പക്ഷെ ന്യായമാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അമ്മ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. BP ഇനി എന്തൊക്കെ പകരം തന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും എന്റെ പിതൃത്വം നിഷേധിക്കാനോ അതിൽ നിന്ന് ഒളിച്ചോടാനോ വിജയ് പണിക്കരെ ഞാൻ അനുവദിക്കില്ല. അപ്പോ VP നിർബന്ധിച്ച് തിരിച്ചുകൊണ്ട് വന്നിട്ട് എന്താ നീ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചും നമ്മുടെ കൂടെ അങ്ങനെ ഒരു മനുഷ്യനെ താമസിപ്പിച്ചതുകൊണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്ക് എന്ത് കിട്ടാനാ? ശരിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടമോ ഗുണമോ നമുക്ക് കിട്ടില്ലായിരിക്കും. പക്ഷേ എന്റെയും അമ്മയുടെയും ഈ ഗതി ഇനി നാളെ വേറൊരു അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാവരുത്. അവനവൻ ഇഷ്ടമുള്ള ജെൻഡറിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു പോയതിന്റെ പേരിൽ ഒരാൾക്ക് നാളെ അവരുടെ രക്ഷിതാക്കളെ നഷ്ടപ്പെടരുത്. അവരെ ചേർത്ത് നിർത്തിയതിന്റെ പേരിൽ ഒരമ്മയ്ക്കും സ്വന്തം കുടുംബം നഷ്ടപ്പെടരുത്. അപ്പോൾ അതിനുവേണ്ടിയാ ശ്രമിക്കുന്നത്. കോടികൾ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാവുന്നതല്ല ഒരാളുടെ വ്യക്തിത്വം എന്ന സത്യം VP പോലുള്ളവർ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാ എന്റെ ഈ പോരാട്ടം. സ്വന്തം ജീവിതം കൊണ്ട് അത്രയെങ്കിലും ചെയ്യേണ്ടേ അമ്മ ഞാൻ. ഡോക്ടർ, എന്താ ഇത്? ഡോക്ടർക്ക് വന്നൊരു കൊറിയറാ. കൊറിയറോ? എന്റെ പേരിലോ? എങ്കിലും എന്താ സംഭവം തനിക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കൂടായിരുന്നോ? ഡോക്ടർക്ക് വന്ന കൊറിയർ ഞാനായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ശരിയല്ലല്ലോ. ഓ, ഇയാൾ അത്രയ്ക്കങ്ങ് ഫോർമൽ ആവേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ഇത് നമുക്കായിട്ട് ആരോ അറേഞ്ച് ചെയ്ത എയർ ടിക്കറ്റ് ആണല്ലോ. മലേഷ്യയിലേക്കുള്ള ടൂർ പാക്കേജ്, 1 വീക്ക് സ്റ്റേ പാക്കേജ്. ഇതെങ്ങനെ ആരയച്ചു? എങ്കിലേ അയച്ചതാരാണെന്ന് അന്വേഷിച്ച് അധികം തല പൊണ്ണാക്കണ്ട ഡോക്ടർ. ഈ ടിക്കറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അച്ഛനാ. അത് തനിക്കെങ്ങനെ മനസ്സിലായി? ഇക്കാര്യം തന്നോട് സൂചിപ്പിച്ചിരുന്നോ? കാര്യം ഇതാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ നമുക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ടെന്ന് വന്നപ്പോ എനിക്കൊരു സൂചന നൽകിയിരുന്നു. പിന്നെ വൈകിട്ട് അമ്മ വിളിച്ചപ്പോ ഒരു ആവശ്യമില്ലാതെ ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യം എടുത്തിടുകയും ചെയ്തു. ഇപ്പോഴല്ലേ അതിന്റെ പിന്നിലുള്ള സീക്രട്ട് ഇതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അല്ല, എന്നത്തേക്കാ ടിക്കറ്റ്? 24th, റിട്ടേൺ 30th. ആഹാ, അപ്പൊ ഒരാഴ്ചയിൽ കൂടുതൽ ഇനി സമയമുണ്ട്. ഡോക്ടർക്ക് ലീവ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനും മറ്റും ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. ഈ ട്രിപ്പ് എന്തായാലും നമ്മൾ മിസ്സാക്കില്ല. ഞാൻ അച്ഛനെ വിളിച്ചൊരു താങ്ക്സ് പറയട്ടെ. വിളിക്കാൻ വരട്ടെ. ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം? എന്ത് പ്രശ്നം? ഈ പറഞ്ഞ ഡേറ്റിന് നമ്മുടെ ട്രിപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? എന്താ കാരണം? ഈ മന്ത് എൻഡ് വരെ ഹോസ്പിറ്റലിൽ എനിക്കാ ഡ്യൂട്ടി ചാർട്ട് ചെയ്തിരിക്കുന്നത്. 27th വരെ എനിക്ക് ഡ്യൂട്ടി അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഇത്രയും ദിവസമല്ലേ ഡോക്ടർ? ചാർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് റീഷെഡ്യൂൾ ചെയ്താ പോരെ? അത് പറ്റില്ല മാളു. അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തതാ. ഇനി അത് മാറ്റി ഷെഡ്യൂൾ ചെയ്യുന്നത് മറ്റ് ഡോക്ടേഴ്സിന് കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേണമെന്ന് വെച്ചാ അതൊക്കെ പറ്റാവുന്നതേ ഉള്ളൂ. വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അപകടം പറ്റിയാലോ ഇപ്പോഴത്തെ ഷെഡ്യൂളിനനുസരിച്ച് തന്നെ ഡ്യൂട്ടിക്ക് ചെന്നോളണമെന്ന് ആർക്കെങ്കിലും വാശി പിടിക്കാൻ പറ്റുമോ? അതൊരു എമർജൻസി കേസാണ്. അതുപോലെ അല്ലല്ലോ ഇത്. എന്നെ സംബന്ധിച്ച് ഇതും ഒരു അത്യാവശ്യ കാര്യം തന്നെയാ. മാളു, കാര്യം അറിയാതെ താൻ വെറുതെ വാശി പിടിക്കുക. വാശി പിടിക്കുന്ന ഡോക്ടറാ ഞാൻ മാത്രമല്ല. നമ്മൾ ഈ ട്രിപ്പ് പോണെന്ന് അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ നമുക്ക് വേണ്ടി ഇത്രയും ഫെസിലിറ്റീസ് അവർ അറേഞ്ച് ചെയ്തു തന്നത്. ഇപ്പൊ വേറെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ഡോക്ടർ അതും മുടക്കാൻ നോക്കുക. എന്ന് വെച്ചാ ഞാൻ മനഃപൂർവ്വം അതിനെ ശ്രമിക്കുന്നു എന്നാണോ താൻ പറഞ്ഞു വരുന്നത്? സമ്മാനം തരുമ്പോ അത് സ്വീകരിക്കുന്ന ആളുടെ സൗകര്യവും താല്പര്യവും ഒക്കെ നോക്കിയിട്ട് വേണം
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ? മിനിമം അത്രയെങ്കിലും കോമൺ സെൻസ് തന്റെ അച്ഛനും അമ്മയ്ക്കും കാണിക്കായിരുന്നില്ലേ?